ഇനി ഗ്രൗണ്ട് സീറോ. തൊടുപുഴയിൽ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫിന് ഒപ്പമാണ് ഗ്രൗണ്ട് സീറോ. ഇടത് നേതാക്കൾ മക്കളെ വിദേശങ്ങളിൽ സുരക്ഷിതരാക്കുമ്പോൾ കേരള കോൺഗ്രസ് നേതാക്കളുടെ മക്കളാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതെന്ന് അപ്പു ജോൺ ജോസഫ് നിരീക്ഷിക്കുന്നു. കാണാം തനേഷ് തമ്പിയുടെ ഗ്രൗണ്ട് സീറോ. നമസ്കാരം. ഗ്രൗണ്ട് സീറോ തൊടുപുഴ മണ്ഡലത്തിലാണ്. തലമുറ മാറ്റം കൊണ്ട് ശ്രദ്ധേയമാണ് ഇത്തവണ തൊടുപുഴ. 55 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫാണ് ഇത്തവണ തൊടുപുഴയിൽ ജനവിധി തേടുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുകയാണ് ഈ പകലിൽ. അപ്പോൾ അദ്ദേഹത്തിനോട് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് നല്ല ആവേശപൂർവ്വം പോകുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം മണ്ഡല പര്യടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉടുമ്പന്നൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ്. രാവിലെ കുറച്ച് വൈകി ഇപ്പം ഇറങ്ങാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. ഇനി എങ്ങനെയാണ്? ഈ വലിയ മണ്ഡലമാണ്. നമുക്ക് ഇവിടെ 12 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് എത്താവുന്നിടത്ത് ഇതെല്ലാം ഓടിയെത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ലക്ഷ്യം. എങ്ങനെയുണ്ട് പ്രതീക്ഷ? എങ്ങനെയുണ്ട്? അത് മാത്രമല്ല 55 വർഷമായിട്ട് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അപ്പച്ചനാണ്. അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾ എങ്ങനെയാണ് ഇപ്പം മകൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എന്നെ സ്വീകരിക്കുന്നത്? 56 വർഷത്തിന് മുൻപ് ആദ്യമായിട്ട് MLA ആയ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന രീതിയിൽ നല്ല സ്വീകരണമാണ്. PJ ജോസഫിൻ്റെ ഒരു സ്വീകാര്യത ഏത് മേഖലയിൽ പോയാലും നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ വളരെയേറെ ഒരു ഔസേപ്പച്ചൻ്റെ മകൻ എന്നുള്ള രീതിയിലുള്ളൊരു പരിഗണന എല്ലാ മേഖലയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇടുക്കി അടക്കമുള്ള 2 മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം ആ പ്രവർത്തകർക്ക് അതിനകത്ത് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. അത് മുന്നണി നേതാക്കന്മാർ എല്ലാവരും തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ഒരു താൽക്കാലികമായി ഒരു വിട്ടുകൊടുത്താണെന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവും പാർട്ടി നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആദ്യമേ കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണ ഘട്ടത്തിലുണ്ടായിരുന്ന നേതാക്കളുടെയൊക്കെ മക്കൾ ഇപ്പം ജോസ് കെ മണി മത്സരിക്കുന്നു, ഷോൺ ജോർജ് മത്സരിക്കുന്നു, അതുപോലെ തന്നെ അനൂപ് ജേക്കബ് മത്സരിക്കുന്നു, KB ഗണേഷ് കുമാർ മത്സരിക്കുന്നു. ഇപ്പോൾ താങ്കളും കൂടെ മത്സരരംഗത്തേക്ക് വരുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം മാറ്റിവെച്ചിട്ടാണ്. അപ്പോൾ അത് കേരള കോൺഗ്രസ് എന്നല്ല, കോൺഗ്രസിൻ്റെ ഒക്കെ ഈ ഒരു കേരള കോൺഗ്രസ് പശ്ചാത്തലത്തിലുള്ള ആളുകൾ മാത്രമേ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് വിടാനുള്ള ഒരു വില്ലിങ്നെസ് കാണിക്കത്തുള്ളൂ. ബാക്കിയാരും ഇടതുപക്ഷന്മാരും അവരുടെ മക്കളൊക്കെ വിദേശത്ത് ജോലിയും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഒരു ത്യാഗത്തിൻ്റെ ഒരു മേഖലയാണ്. അതായത് നമുക്ക് വ്യക്തിജീവിതവും ഇല്ല, കുടുംബജീവിതവും പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സമയം ലഭിക്കത്തില്ല. ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ത്യാഗം തന്നെയാണ്. അപ്പം അതിലേക്കായിട്ട് ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അതിനുള്ള സമയം, നമ്മുടെ സമയം മാറ്റിവെച്ച് അതിലേക്ക് ഇറങ്ങാൻ ഉള്ള മനസ്സ് കാണിക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഇപ്പം സമയം തീരെ ഇല്ലെന്നറിയാം. എന്നാലും ആശംസകൾ. താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.